കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സാമ്പത്തികമായി സംസ്ഥാനങ്ങളെ കേന്ദ്രം ദ്രോഹിക്കുകയാണ്. എന്നാൽ കേരളം സാമ്പത്തികമായി മുന്നേറിയെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന് ഇപ്പോൾ CSS സ്കീം, ഒരു CSS സ്കീമും നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നില്ല. 1400 കോടിയോളം ഹെൽത്തിൻ്റെ മേഖലയിൽ കിട്ടാനുള്ളത് പണമൊന്നും കിട്ടിയിട്ടില്ല. അതിന് പറയുന്നത് ബ്രാൻഡിങ് ഇഷ്യൂ. അത് എല്ലാ ഹോസ്പിറ്റലിനെയും പേര് മാറ്റണം, കളർ മാറ്റണം, പേരെഴുതി വെക്കുന്ന അതിനകത്ത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് എന്നുള്ളതേ കാണാൻ പാടില്ല. ഹിന്ദിയിൽ ഇതൊരു പ്രത്യേക പേര് എഴുതുന്നുണ്ട്. ഇതൊന്നും വായിക്കണം. കൊടുക്കുന്നത് 90% നമ്മൾ തന്നെ ചിലവാക്കുന്നത്. എന്നാൽ 90% ചിലവാക്കിയാലും 10% കിട്ടണമെങ്കിൽ ഇത് മാറ്റണം. ഇങ്ങനെ ഉള്ള കണ്ടീഷൻസ് പലതും പറഞ്ഞിട്ട് നമുക്ക് പണം കിട്ടുന്നില്ല. പഴയ കണക്കായിരുന്നെങ്കിൽ 21,000 കോടി രൂപ ഇപ്പം കിട്ടണം. 21,000 കോടിയുടെ പകുതി പോലും വേണ്ട കേരളത്തിലെ ഈ ഇപ്പോൾ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ മാറ്റാൻ. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒന്നും തടഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയും. അപ്പോൾ നമ്മൾ ആരും നമ്മുടെയൊക്കെ വീടുകളിലുള്ളതിനകത്ത് കുറച്ചൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നല്ലാതെ എല്ലായിടത്തും കൊടുത്തിട്ട് നമ്മളൊന്ന് ആദ്യമേ കൊടുത്തു തീർക്കുമല്ലോ. സ്റ്റേറ്റിന് കിട്ടേണ്ടത് സ്റ്റേറ്റിന് കിട്ടണ്ടേ? സ്റ്റേറ്റിന് കിട്ടാനുള്ളത് കിട്ടണം. അല്ലാതെ ഈ പറഞ്ഞൊരു ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല.